ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 24 അധ്യായം അതിൻ്റെ 17 വാക്യം. നിൻ്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്, അവൻ ഇടറുമ്പോൾ നിൻ്റെ ഹൃദയം ആനന്ദിക്കുകയും വരുത്. നമുക്കാരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നമ്മളെ ശത്രുവായി കരുതുന്നവരോട് അല്ലെങ്കിൽ അവരുടെ ആപത്തിൽ അനർത്ഥത്തിൽ ഒരിക്കലും ചിരിക്കുവാൻ പാടില്ല, സന്തോഷിക്കുവാൻ പാടില്ല. അവിടെ പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ പോലും നീ ആനന്ദിക്കരുതെന്നാണ്. അത് പാപമാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ പരിഹസിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യാൻ പാടില്ല, ഉള്ളിൽ ആനന്ദിക്കുകയും ചെയ്യാൻ പാടില്ല. അത് പാപമാണ്. ഈ ഒരു വചനം 2-3 ദിവസത്തിന് മുമ്പ് വന്യനായ ബെഹനാനച്ചൻ അച്ഛൻ്റെ ആത്മീയ വാട്സപ്പ് ഗ്രൂപ്പായ അനുദിന മന്നയിലിട്ട ഒരു വചനമാണ്. അപ്പോൾ ഈ വചനം കണ്ടപ്പോൾ ഞാൻ പണ്ട് ഉള്ളത്തെ ഒരു അനുഭവം ഓർക്കുന്നു, അതിവിടെ കുറിക്കുകയാണ്. മുത്തുമണിയമ്മയും സ്നേഹമയും അടുത്തടുത്തുള്ള 2 വീട്ടിലെ കുടുംബനാഥലാണ്. ഒരു കയ്യാലയ്ക്ക് വ്യത്യാസം, ഒരു അതിരിന് വ്യത്യാസത്തിൽ താമസിക്കുന്നവരാണ്. മുത്തുമണിയമ്മ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ കുടുംബം തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് കുടിയേറിയവരാണ്. പക്ഷെങ്കിൽ ഈ മുത്തുമണിയമ്മ ജനിച്ചതും വളർന്നുമൊക്കെ ഒരു തനി മലയാളിയായിട്ടാണ്. ഈ മുത്തുമണിയമ്മയുടെ തന്നെ ഒരു ബന്ധുവാണ് ഈ സ്നേഹമയ്യെ വിവാഹം കഴിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നതും അടുത്ത് തന്നെ താമസിക്കുന്നത്. ഇവർ തമ്മിൽ അടുത്തടുത്ത ബന്ധക്കാരാണ്. പക്ഷെങ്കിൽ മാനസികമായി വളരെ അകൽച്ചയിലാണ്. കാരണം നിസ്സാര കാര്യത്തിന് പോലും ഇവർ തമ്മിൽ വഴക്കാണ്, തർക്കമാണ്, അടിയും പിടിയുമാണ്, ചീത്തവിളിയാണ്, എന്നും വഴക്കാണ്. അയൽവക്കക്കാർക്കും നാട്ടുകാർക്കും ഒരു സ്വൈര്യതയുമില്ല. നിസ്സാര കാര്യം മതി. അതായത് ഈ കയ്യാലയുടെ ഒരു കല്ല് അങ്ങോട്ട് ഇടിഞ്ഞു വീണാൽ അതിന് വഴക്കാണ്. അല്ലെങ്കിൽ സ്നേഹമയുടെ ഒരു കോഴി ഈ മുത്തുമണിയമ്മയുടെ വീട്ടിലേക്ക് കയറി വന്നാൽ അത് പ്രശ്നമാണ്. അല്ലെങ്കിൽ അവിടെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന മരങ്ങളിൽ നിന്ന് ഒരു കരിയില അങ്ങോട്ടോ ഇങ്ങോട്ടോ വിട്ടാൽ അത് കാരണം പ്രശ്നമാണ്. എന്നും എന്തെങ്കിലും കാരണം കാണും. ഇതെന്ന് വഴക്കാണ്. അയൽവക്കക്കാരൊക്കെ ഇടപെട്ടാൽ അവരോട് ഇവർ എതിർക്കും. അതുമല്ല, ഇപ്പോൾ സ്നേഹമായി മുത്തുമണിയമ്മയോട് വെറുപ്പാണ്. അതുകൊണ്ട് സ്നേഹമയ്യോട് സംസാരിക്കുന്നതോട് എല്ലാം ഈ മുത്തുമണിയമ്മയ്ക്ക് വെറുപ്പാണ്. അതുപോലെ തന്നെ മുത്തുമണിയമ്മയോട് ആരെങ്കിലും സംസാരിച്ചാൽ അവരോട് പിന്നെ മിണ്ടത്തില്ല ഈ സ്നേഹമയി. അപ്പം ഇങ്ങനെ ഒരു കുടുംബമാണ്. ഇപ്പം നിസ്സാര കാര്യം മതി. എന്തിനേറെ പറയുന്നു, ഈ സ്വാഭാവികമായിട്ടൊരു പനിയോ ചുമയോ വന്നാൽ വെളിയിലിറങ്ങി ഒന്ന് കാർക്കിച്ച് തുപ്പിയാൽ അത് പ്രശ്നമാണ്. കാരണം ഈ അവർ പറയും, മുത്തുമണിയമ്മ ഒന്ന് കാർക്കിച്ച് തുപ്പിയാൽ പറയും, സ്നേഹമയി പറയും, കണ്ടോ എന്നെ കണ്ടുകൊണ്ട് അവൾ പുച്ഛിച്ച് തുപ്പുന്നു, എന്നെ അവൾക്ക് പുച്ഛമാണ് എന്നെ അവൾക്ക് വെറുപ്പാണെന്നെല്ലാം പറയും. ഇതുപോലെ തന്നെ തിരിച്ചും എന്നും പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നം പലപ്പോഴും വളർന്ന് ഭർത്താക്കന്മാർ തമ്മിൽ ഉന്തും തള്ളിയും അടിയും വരെ ഉണ്ടായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കേസാവുന്നുണ്ട്. പോലീസുകാരെന്നും വിളിച്ച് അവിടെ പോയി ഒപ്പിടിയിപ്പിക്കും. പക്ഷേ ഇവിടെ തിരിച്ചു വരുമ്പോൾ തഥൈവ വീണ്ടും ഒരു വഴക്കാണ്. അപ്പോൾ ആരെയും വീട്ടുകാരെയും ഭയമില്ല, നാട്ടുകാരെയും ഭയമില്ല, പോലീസിനെയും ഭയമില്ലാത്ത ഇവർ രണ്ടും എന്നും വഴക്കാണ്. ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് സ്നേഹമയിയുടെ ഒരു കോഴി ചത്തുപോയി. ആ കോഴി ചത്തുപോയത് ഈ സ്നേഹമയി പറയുന്നത് ഈ മുത്തുമണി വിഷം വെച്ച് കൊന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ്. അപ്പോൾ കോഴിയെ കുടിച്ചിട്ട് അത് അഴുകി, എന്നിട്ടും ആ കാര്യം പറഞ്ഞ് ഇവിടെ പ്രശ്നം എന്നും വഴക്കാണ്. 2 ദിവസം ആയിട്ടുണ്ട് കോഴിയെ കുഴിച്ചിട്ട് അത് ചീഞ്ഞളിഞ്ഞു, എന്നിട്ടും അതേ പറഞ്ഞ് വഴക്കാണ്. നീ ഇതിൻ്റെ അനുഭവിക്കുമടി, നീ ഒരു മിണ്ടാപ്രാണിയെ കൊന്നടി എന്നും പറഞ്ഞ് ഈ സ്നേഹമയി മുത്തുമണിയമ്മയെ ശപിക്കുകയാണ്. മുത്തുമണിയമ്മ തിരിച്ചും ചെയ്യുന്നുണ്ട്, നീ കണ്ടോടി തെളിവെന്താടി എന്നുകൊണ്ട് കേസ് ഓൾറെഡി ഞാൻ ചെയ്തെങ്കിൽ എന്നും പറഞ്ഞ് ഭയങ്കര വഴക്കാണ്. തെറിവിളി, പിന്നെ എല്ലാം ചീത്തവിളിയെല്ലാം ഇങ്ങനായി പരസ്പരം ശപിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സന്ധ്യയോടടുത്തു. അപ്പോഴാണ് അടുത്തുള്ള ദേവാലയത്തിൽ നിന്നും സന്ധ്യമണി മുഴങ്ങുന്നത്. ആ സന്ധ്യമണി കേട്ട ഉടനെ തന്നെ ഈ സ്നേഹമായി പറഞ്ഞു, എനിക്ക് നിന്നോട് തർക്കിക്കാൻ നേരമില്ലടി, എനിക്ക് നാമം ജപിക്കണം, വിളക്ക് കത്തിക്കാറായെന്നും പറഞ്ഞ് ഈ പള്ളിമണി കേട്ട ഉടനെ വിളക്ക് കത്തിക്കുന്ന ഓർമ്മ വന്നു. പെട്ടെന്ന് ഈ സ്നേഹമായി കലിതുള്ളി ഇങ്ങനെ തുള്ളിച്ചാടി പോവാണ്. ഇങ്ങനെ തുള്ളിച്ചാടി പോകുന്നത് മാത്രം കണ്ടു. അല്പം കഴിഞ്ഞപ്പോഴേ ഈ സ്നേഹമയ്യയുടെ വീട്ടിലെ ആ വളർത്തായിയുടെ ഒരു ദീനരോദനം കേൾക്കുന്നു. ഒപ്പം ഈ സ്നേഹമയ്യയുടെ ഒരു അലർച്ചയും കേൾക്കാം. ഇത്രയും കേൾക്കുന്നുള്ളൂ. പിന്നീട് കാണുന്നത് അയൽവക്കക്കാർക്ക് ഓടിക്കൂടി, മുത്തുമണിയമ്മ കാണുന്ന ഇതാണ്, അയൽവക്കക്കാരൊക്കെ ഓടിക്കൂടി ഈ സ്നേഹമയ്യയുടെ ഭർത്താവ് എല്ലാം കൂടെ കൂടി ഈ സ്നേഹമയ്യെ എടുത്തുകൊണ്ട് പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കലിതുള്ളി എല്ലാം ഇരുട്ടായി
ക്രോധം കൊണ്ട് മൊത്തം കണ്ണ് മൊത്തം ഇരുട്ട് കയറി തുള്ളിച്ചാടിപ്പോയ ഈ സ്നേഹമയി ഈ പടിവാതിക്കൽ അവരുടെ വളർത്തുനായി കിടന്ന് ഉറങ്ങുന്നത് ശ്രദ്ധിച്ചില്ല. അറിയാതെ ചെന്ന് കയറി കാല് വെക്കുന്നത് ഈ വളർത്തുനായുടെ മുകളിലേക്കാണ്. അത് പ്രാണരക്ഷാർത്ഥം അലറി വിളിച്ചിട്ട് രക്ഷപ്പെടാനായിട്ട് ഒറ്റക്കടിയാണ് ഈ സ്നേഹമയ്യെ അവരുടെ കുതികാലിൽ നിന്ന് തന്നെ കടിച്ചു. അപ്പോൾ അങ്ങനെ ചോര വന്ന് നല്ല പല്ലൊക്കെ നല്ലപോലെ പട്ടിയുടെ പല്ലൊക്കെ നല്ലപോലെ ആ കാലേ നല്ലപോലെ ഉള്ളിൽ കയറി ഭയങ്കരമായിട്ട് ചോര വരുന്നു. ഉടൻ തന്നെ ആൾക്കാരെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സീൻ കണ്ടുകൊണ്ട് ഈ മുത്തുമണിയമ്മ പറയാണ്, കണ്ടോടി നീ എന്നെ ശപിച്ചു, ഇപ്പം തന്നെ നിനക്ക് കിട്ടിയല്ലോ, ദൈവം എനിക്കറിയാൻ പറ്റിയ അന്തരമേ നിനക്ക് തരുമെന്ന്, നീ എൻ്റെ അനുഭവിക്കുന്നു പറഞ്ഞ് ഇവർ കിടന്ന് ഉള്ളിൽ കിടന്ന് ചിരിച്ച് ഇവർ പരിഹസിക്കുക. കണ്ടോ നീ എന്നെ കൂടെ ശപിച്ചു, നീ എൻ്റെ അനുഭവിക്കുന്നു പറഞ്ഞപ്പോൾ ഇപ്പോൾ ആരാടി അനുഭവിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് മുത്തുമണിയമ്മ ഈ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമ്പോഴും കിടന്ന് ചിരിക്കുകയും ഉള്ളിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇത് പാപമാണ്. അല്പം കഴിഞ്ഞ് ഈ മുത്തുമണിയമ്മ ഭർത്താവ് പറമ്പിൽ നിന്ന് കിളയൊക്കെ കഴിഞ്ഞ് കിളച്ച് ക്ഷീണിച്ച് വന്ന് അവർക്ക് ഈ കുഴമ്പൊക്കെ തൂത്ത് ചൂടുവെള്ളം അനത്താനായിട്ട് മുറ്റത്തൊരു അടുപ്പുണ്ട്. ആ അടുപ്പിൽ ചരുവത്തിൽ വെള്ളം വെച്ചിട്ട് ഈ വിറവെടുക്കാനായിട്ട് വിറവ് ഊട്ടി വെച്ചിരിക്കുന്നിടത്തോട്ട് പോവാണ്. അപ്പോൾ ആ ഇരുട്ട് സമയമാണ്. അവിടെ ചെന്ന് വിറവ് എടുക്കുമ്പം ഒറ്റക്കടി ആ പിടിക്കുന്നത് വിറവാണെന്ന് കരുതി ഒരു പാമ്പിനാണ്. അത് മഞ്ഞ ചേരയായിരുന്നു, വലിയ വിഷമൊന്നുമില്ലായിരുന്നു. അപ്പോൾ മുത്തുമണി കിടന്ന് അലറി വിളിച്ചു. ഉടൻ തന്നെ ഒരു മയക്കം പോലെ അവർ വന്നു. മയക്കി വീണപ്പോഴത്തേന് മുത്തുമണിയമ്മയുടെ ഭർത്താവും മോനും എല്ലാം കൂടെ ഓടി വന്നു. ഉടൻ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ അവിടെ ഒരു തുണിയൊക്കെ വെച്ച് കെട്ടി വലത് കൈയിലകത്ത് പാമ്പ് കുത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ അവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, ഇതാണ് ഒരാളുടെ ശത്രു എന്ന നിലയിലും ഒരാളുടെ ദുഃഖത്തിൽ നമ്മൾ സന്തോഷിച്ചാൽ നമുക്കും ഇതൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. ദൈവം ആരുടെയും പക്ഷത്തല്ല. നമ്മൾ പറയുന്ന കേട്ട ഉടനെ ദൈവം വന്ന് ശപിക്കാൻ ദൈവം നമ്മുടെ കളിപ്പാവയൊന്നുമല്ല. ദൈവം മുഖപക്ഷം നോക്കാത്ത ദൈവമാണ്. എന്നെയും നിന്നെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ തമ്മിൽ സന്തോഷത്തോടെ, അയൽവക്കങ്ങൾ തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. നമ്മളാണ് അകൽച്ച ഉണ്ടാക്കുന്നത്. എന്തുപോലും ആപത്തും അനർത്ഥം വരുന്ന ദൈവം നമുക്കൊരു ശിക്ഷയല്ല. അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന, നമ്മൾ തന്നെ അറിയാതെ നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന തെറ്റുകൊണ്ടുണ്ടാകുന്ന അനർത്ഥങ്ങളാണ് ഇത് മൊത്തം. ഇവിടെ തന്നെ കണ്ടല്ലോ, അവർ കലുതുള്ളി പോയി ആ ദിവസവും ആ പട്ടി അവിടെ കിടക്കുന്നതായിരിക്കും അവർ കാണുന്നില്ല. കാരണം കോപം കൊണ്ട് അവിടെ കണ്ണ് മൊത്തം ഇരുട്ട് മൂടിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ക്രോധമെല്ലാം കളഞ്ഞ് ശാന്തമായി അയൽവക്കൾ തമ്മിൽ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ കഴിയണം. അവിടെയാണ് ദൈവം വസിക്കുന്നത്. അല്ലാതെ ഞാൻ ശപിച്ചാൽ ദൈവം അവിടെ വന്ന് എൻ്റെ വാക്ക് കേട്ടുകൊണ്ട് എന്തെങ്കിലും അവരെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ എന്നെ വന്ന് ശിക്ഷിക്കാനോ അവരുടെ വാക്കുകളോട് എന്നെ ശിക്ഷിക്കുന്ന ദൈവമല്ല. ദൈവം എല്ലാവരെയും രക്ഷിക്കുന്ന, എല്ലാവരും സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവസ്നേഹമാണ്. ആ സ്നേഹത്തിൽ വസിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് സുഖരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. എല്ലാവരും കൂടെ സ്നേഹത്തോടെ ഒരുമിച്ച് ജാതി ഭേദമന്യേ എല്ലാവരും യഹൂദ സഹോദരങ്ങളും ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറണമെന്ന്. അതാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ആ അനുഭവത്തിലേക്ക് വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അയൽപക്കങ്ങൾ തമ്മിൽ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കഴിയണം. ഈ സ്വത്തും ഈ സമ്പത്തും ഒന്നും ആരും ഒന്നും കൊണ്ടുപോകത്തില്ല. ഒരു അല്പം വിട്ടുവീഴ്ചയ്ക്ക് ഒരു കരിയില വീണാലോ തൂത്ത് കളയാൻ പറ്റണം. അല്ലെങ്കിൽ ആ പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന ആ രണ്ട് മരമാണെങ്കിൽ അത് പോട്ടെന്ന് നോക്കണം, വെട്ടിക്കളയാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ഇതുപോലെയൊക്കെ അതിരുകളൊക്കെ ആ അതിരുകളിൽ പ്രശ്നം ഉണ്ടാവാതെ ആ കയ്യാലൊക്കെ കെട്ടി അതിരുകൾ നല്ലോണം സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച അനുഭവമാണ്. സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ കഴിയുവാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ ആർക്കും സമാധാനമില്ലാതെ ഇതുപോലെ വഴക്കും വെയ്യാലും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വന്ന് ഇതുപോലെ നമ്മൾ ആ കോപം കൊണ്ട് ചെന്ന് ചാടുന്നത് അബദ്ധത്തിലായിരിക്കും. അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും നമുക്ക് കഴിയാൻ സാധിക്കട്ടെ. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണമെന്നൊക്കെ നമ്മൾ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും നമുക്ക് കഴിയുവാൻ സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.